ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത നിങ്ങൾ അറിയണം. കേരളത്തിൽ കർഷകർ ആത്മഹത്യ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കഞ്ചാവും ലഹരി പദാർത്ഥങ്ങളും പിടിക്കുമ്പോഴും കള്ളനോട്ട് ഒരു കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ പിടിച്ചപ്പോഴും സ്ത്രീകൾ ഇവിടെ അവഹേളിക്കപ്പെടുമ്പോഴും ഇവിടെ കൊലപാതകം ഇവിടെ ഭരണകർത്താക്കളുടെ നേരെ മൂക്കിൻ്റെ താഴെ തിരുവനന്തപുരത്ത് ആരും ചോദിക്കാനും പറയാനുമില്ലാതെ നടക്കുമ്പോഴും ബാക്കി പല 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 കാര്യങ്ങൾ നടക്കുമ്പോഴും ശരിക്ക് കേരളത്തിലെ ബുദ്ധിജീവികൾ ഒരക്ഷരം പറയണില്ല. കേന്ദ്രത്തെക്കുറിച്ചും ഇപ്പോൾ ഇവിടെ ബുദ്ധിജീവികൾ പറയണില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും കേരളത്തിലെ ബുദ്ധിജീവികൾ പറയണില്ല. ശരിക്കു പറഞ്ഞാൽ ടോയ്ലറ്റിലേക്ക് പോകാൻ നിർബന്ധിതനായ വ്യക്തി ടോയ്ലറ്റിലേക്ക് പോകാതിരുന്നാൽ അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യാൻ, ഇംഗ്ലീഷ് പറയുകയാണ് നല്ലതെന്നുള്ളത് കൊണ്ടാണ് ഞാനത് ഇംഗ്ലീഷിൽ പറഞ്ഞത്. യൂറിൻ പാസ് ചെയ്യാൻ വളരെയധികം സഫോക്കേഷനുള്ള വ്യക്തിക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റാതെ വന്നാലുള്ള അവസ്ഥ എന്താണ്? അതുപോലെയാണ് നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലൊക്കെ കാര്യങ്ങൾ കയ്യിലെടുത്ത് ഇവിടുത്തെ ബുദ്ധി രാക്ഷസന്മാരെന്ന് പറയുന്ന കൃമികളും ബുദ്ധിജീവികളും ബുദ്ധിജന്തുക്കളും ഒക്കെ പ്രതികരിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ ബുദ്ധിജീവികൾ മിണ്ടുന്നില്ല. ചത്തോ എന്നുള്ളതാണ് എല്ലാവരുടെയും സംശയം. കാരണം ടോയ്ലറ്റിൽ പോകേണ്ടവന് ടോയ്ലറ്റിൽ പോയില്ലെങ്കിൽ എന്തൊരു സഫോക്കേഷനാണ്. യൂറിൻ പാസ് ചെയ്യേണ്ടവൻ അത് സാധിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന സഫോക്കേഷൻ പോലെ നോർത്ത് ഇന്ത്യയിലും മോദി ഗവൺമെന്റിലും എന്തൊക്കെ നടക്കുമ്പോഴും അതിനെതിരെ ഇല്ലാത്തതും ഉള്ളതും എല്ലാം കൂടി ചേർത്ത് അത് കലബുർഗി ആണെങ്കിലും വിരോധമില്ല, ലങ്കേഷ്കർ ആയാലും വിരോധമില്ല, കന്നയ്യകുമാർ ആണെങ്കിലും വിരോധമില്ല, പിന്നെ ഏതായാലും വിരോധമില്ല. വോട്ട് ബാങ്ക് ഉണ്ടാക്കാനും അടുത്ത ഇലക്ഷനും അവനവന്റെ സ്ഥാനമാനങ്ങൾക്കും അവാർഡിനും പദവിക്കും ടിഎക്കും ഡിഎക്കും ചാവുന്നത് വരെ ഗവൺമെന്റ് ഫ്രീ പൈസയും തീറ്റയും 5 സ്റ്റാർ ഹോട്ടലിൽ അക്കോമഡേഷനും കമ്മിറ്റികളിൽ അംഗവുമൊക്കെ ആകാൻ വേണ്ടി അച്ഛനമ്മമാര് അബദ്ധത്തിൽ ജന്മം നൽകിയ ബുദ്ധിജീവികൾ ഒരക്ഷരം മിണ്ടണില്ല എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഇവിടെ എതിരെ നിൽക്കുകയും അവിടെ ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിക്കുകയും ഇനി വോട്ട് മറിക്കൽ എന്ന് പറയുന്ന തൃശ്ശൂർ പൂരം നടത്താനൊക്കെ ആയിട്ട് ഇറങ്ങി പുറപ്പെടുത്തുകൊണ്ടിരിക്കുന്ന വേദിയില് വേളയില് ഈ ബുദ്ധി രാക്ഷസന്മാരെന്ന് പറയുന്ന കേരളത്തെ ശരിക്കും മാർഗനിർദ്ദേശം നൽകി കൊല വിളിച്ച് കൊളന്തോണ്ടുന്ന ഈ ജീവികൾ എന്തേ ഒന്നും മിണ്ടാത്ത? ചത്തോ ആവോ? ഏതായാലും ചിലപ്പോ ചിലരൊക്കെ മരിക്കും എന്ന് തോന്നുമ്പോൾ പ്രായമായി വയ്യ, ചിലപ്പോൾ അയാൾ ഉടനെ പോകും എന്ന ഒരാളെ കുറിച്ച് കുറെ രോഗമൊക്കെ ഉണ്ട്, രോഗലക്ഷണങ്ങളൊക്കെ ഉണ്ടെന്ന ഒരാളെ കുറിച്ച് ഇന്നലെ കോട്ടയത്ത് പ്രഭാഷണം നടത്തുന്ന വേളയിൽ വേറൊരാൾ പറയുകയുണ്ടായി. ഇന്ന വ്യക്തിക്ക് സുഖമില്ല, ശാരീരികമായിട്ടുള്ള പ്രശ്നമുണ്ട്, അയാൾ ഇടയ്ക്ക് പ്രസംഗിക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ തരത്തിലുള്ള അൺകംഫർട്ടബിലിറ്റി ഉള്ളതായിട്ടൊക്കെ കാണാം നമുക്ക് എന്നൊക്കെ ഒരാൾ മറ്റേയാളോട് പറയുകയാണ്. അപ്പൊ മറ്റേയാൾ പറയാണ്, സാറേ ഇങ്ങനെ കൊതിപ്പിക്കല്ലേ സാറേ, ഒരാൾക്ക് സുഖമില്ല, അയാൾ മരിക്കാൻ സാധ്യതയുണ്ട്, കിടപ്പിലാവാൻ സാധ്യതയുണ്ട്, അയാൾ സാമൂഹ്യ പ്രവർത്തനത്തിൽ നിന്ന് മാറാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് മരണം തന്നെ ചിലപ്പോൾ അടുത്ത് വരുമെന്ന് പറഞ്ഞപ്പോൾ മറ്റേയാൾ പറഞ്ഞത് കൊതിപ്പിക്കല്ലേ സാറേ എന്നാ. ഒരാൾ കിടപ്പിലാവുന്നതും ഒരാൾ നശിക്കുന്നതും ഒരാൾ ചാവുന്നതും ഈ സമൂഹം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു. നാലോചിച്ചു. ഇല്ലെങ്കിൽ ഇന്ന് വരെ ഒരാൾ മരിക്കാൻ സാധ്യതയുണ്ട്, സുഖമില്ല, രോഗമാണ് എന്ന് പറയുമ്പോൾ അയാൾ മറ്റയാൾ പറയാം കൊതിപ്പിക്കല്ലേ എന്ന് പറയുന്ന ലെവലിലേക്ക് കേരളത്തിലെ കോൺവെർസേഷൻ പോയി എങ്കിൽ ചിലരില്ലാതെയാകുന്നതിനെ കുറിച്ച് കേരളം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇല്ലേ? അത്ഭുതം തോന്നുന്ന രീതിയിൽ. ഏതായാലും ഇവിടുത്തെ ബുദ്ധിജീവികൾ ഇപ്പോൾ വലുതായിട്ടൊന്നും പ്രതികരിക്കണില്ല. മാത്രമല്ല നമ്മുടെ ഡോക്ടർ ബാബു പോൾ എന്ന വ്യക്തി RSSന്റെ ശാഖയിലും വിചാരകേന്ദ്രത്തിന്റെ ശാഖയിലും BJPയുടെ ശാഖയിലും എല്ലാം നിന്ന് പ്രവർത്തിച്ച അമ്പലങ്ങളുടെ കാര്യങ്ങളിലൊക്കെ പോയി പ്രസംഗം നടത്തി നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി മരിച്ചപ്പോൾ ഈ ബുദ്ധിജീവികൾ അങ്ങേരുടെ RSSുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഇലക്ഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം, ഒന്നും പറഞ്ഞില്ല. സാധാരണഗതിയിൽ കൊല വിളിച്ച് 16 അടി അന്തരം വെക്കുകയാണ് പതിവ്. ബുദ്ധിജീവികളുടെ ജോലി അതാണ്.
ഇന്ന് ബാബു പോളിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഒരുപക്ഷെ ക്രിസ്ത്യാനി ആയതുകൊണ്ടായിരിക്കാം. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, ഇപ്പൊ ഇവിടെ ബുദ്ധിജീവികളുടെ ലക്ഷണം അറ്റ്ലീസ്റ്റ് 24-ാം തീയതി വരെയെങ്കിലും അവരുടെ ശല്യം ഉണ്ടാവില്ല. മരപ്പെട്ടി, ഈനാമ്പേച്ചി തുടങ്ങിയ പലതിൻ്റെയും ശല്യം തട്ടിമ്പുറത്തുണ്ടായിട്ട് പ്രിയങ്ക ഗാന്ധിക്ക് എവിടെയോ ഉറങ്ങാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടൊരു പത്രവാർത്തയുണ്ടായിരുന്നു. ഈ കേരളീയർക്ക് ഉറങ്ങാൻ പറ്റാത്തത് ഈ ബുദ്ധിജീവികളെ പോലെയുള്ള ജീവികൾ തട്ടിമ്പുറത്ത് മാത്രമല്ല മനുഷ്യന്റെ മസ്തിഷ്കത്തിനകത്തൊക്കെ പ്രവർത്തിക്കുകയും പത്രമാധ്യമങ്ങളിലൊക്കെ പലപ്പോഴും നിറഞ്ഞു നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ സമൂഹത്തിന് അറപ്പ് തോന്നുമെങ്കിലും ഇവര് സംസാരിക്കുന്നത് ചിലര് കേൾക്കുന്നുണ്ട്. ഏതായാലും അവർ സൈലന്റായി. എന്ത് അതിശയമേ, ദൈവത്തിൻ്റെ മഹത്വം. എന്തായാലും സ്ഥിരമായിട്ട് ഇവരൊന്ന് സൈലന്റ് ആയിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു. കേരളത്തിന് ദൈവത്തിൻ്റെ സ്വന്തം നാട് തിളങ്ങി വിളങ്ങുമായിരുന്നു എന്നുകൂടി തോന്നാറുണ്ട്.